ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഒടുവിൽ ബെറിൽ ഹരിക്കെയിനെയൊക്കെ മറികടന്ന് ഇന്ത്യ അയച്ച പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ഇന്ത്യൻ ടീമിന് ആവേശപൂർണ്ണമായ വരവേൽപ്പാണ് നൽകിയത്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ടീമിനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആരാധകർ വിമാനത്താവളത്തിലെത്തി. നിലവിൽ ITC ഹോട്ടലിലുള്ള ഇന്ത്യൻ ടീം 9:30 ശേഷം പ്രധാനമന്ത്രിയെ കാണും. പുലർച്ചെ മുതൽ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ കുമാറും ലൈവ് ഉണ്ടായിരുന്നു. ആദ്യം ഗൗതമിലേക്ക്. ഗൗതം, ആവേശം വാരി വിതറിയ നിമിഷങ്ങൾ, വൻ വരവേൽപ്പ് അല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് രാവിലെ 6:45 കൂടിയാണ് ടീം ഇന്ത്യ രാജ്യ തലസ്ഥാനത്തെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3 പുറത്തേക്ക് വന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ആയിരങ്ങൾ നേരം പുലരുന്നതിന് മുൻപ് തന്നെ ടീം ഇന്ത്യയെ കാണുന്നതിന് വേണ്ടി, രോഹിത്തിനെയും സംഘത്തിനെയും കാണുന്നതിന് വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. ഇപ്പോൾ ടീം ഇന്ത്യ അംഗങ്ങൾ ഉള്ളത് ഞാൻ ഈ നിൽക്കുന്ന ITC മൗര്യ ഹോട്ടലിന്റെ ഉള്ളിലാണ്. അതിൽ ഏതാണ്ട് 9:30 കൂടി ഈ ഭാരതത്തിന്റെ ടീം അംഗങ്ങൾ ഈ ഹോട്ടലിന് പുറത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ത്യൻ ടീമിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നതും അദ്ദേഹത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏതാണ്ട് 2-2.5 മണിക്കൂർ പ്രധാനമന്ത്രിയുമായി ടീം ഇന്ത്യ അംഗങ്ങൾ ആശയവിനിമയം നടത്തും. കാരണം അദ്ദേഹവുമായി ഒരു വൈകാരിക ബന്ധം തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെ അതിമികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഇന്ത്യൻ ടീം പക്ഷേ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയും പിന്നീട് ഡ്രസ്സിംഗ് റൂമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ടീം അംഗങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുള്ളതാണ്. എന്തായാലും അന്ന് പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വാസം നൽകുകയും പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം US-ലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന മറ്റൊരു വേൾഡ് കപ്പിൽ 2020 വേൾഡ് കപ്പിൽ ഇന്ത്യ വേൾഡ് കപ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ചരിത്രപരമായ മുഹൂർത്തത്തിന് വെസ്റ്റ് ഇൻഡീസ് സാക്ഷ്യം വഹിച്ചു. അതിന്റെ വലിയ ആഘോഷങ്ങൾ രാജ്യത്തൊട്ടാകെ നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മറ്റ് പരിപാടികൾ ഡൽഹിയിൽ ഇന്ത്യൻ ടീമിനില്ല. ക്രിക്കറ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി BCCI സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5 മണിക്ക് നരിമാൻ പോയിന്റിൽ നിന്നും ഒരുപാട് ചരിത്ര വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 2007-ൽ MS ധോണിയുടെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആദ്യ 2020 വേൾഡ് കപ്പ് നേടുന്ന ഘട്ടത്തിലും ടീം ഭാരതിന് വലിയ വരവേൽപ്പ് നൽകിയതും ഒപ്പം ഇത്തരത്തിലൊരു തുറന്ന ബസ്സിന് മുകളിൽ വേൾഡ് കപ്പും ഉയർത്തിക്കൊണ്ടുള്ള റോഡ് ഷോയും അന്ന് നടത്തിയത് മുംബൈയിൽ തന്നെയായിരുന്നു. 1983-ൽ ആദ്യമായി നമ്മൾ ഏകദിന ലോകകപ്പ് കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ലഭിച്ചപ്പോഴും പ്രധാനപ്പെട്ട ആഘോഷം നടന്നത് മുംബൈയാണ്. അതിനാൽ ഇത്തവണയും അതിൽ മാറ്റമില്ല. ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് മുംബൈയിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത്. അതിന് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ആ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ടീം ഇന്ത്യ മുംബൈയിലേക്ക് ഉച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്.